ബോസ് മലയാളം സീസൺ 6 ഇന്നലെ രാത്രി നടന്ന കുറച്ച് കാര്യങ്ങളാണ്. അതായത് ജാസ്മിനും ഗബ്രിയും എല്ലാവരുമായിട്ട് അടിയാക്കിയിട്ട് മാറിയിരിക്കുകയാണല്ലോ. ആരും ഇവരെ വലിയ വിലയൊന്നും വെക്കുന്നില്ല, ആർക്കും ഇപ്പം ഇഷ്ടവും അല്ല. അപ്പോൾ അവരെല്ലാവരും ആ രീതിയിൽ മാറി നിൽക്കുകയാണ്. എല്ലാവരും ഇന്നലെ രാത്രി ചർച്ച മൊത്തം ഇവരെ പറ്റിയിട്ടായിരുന്നു. ഋഷി ആണെങ്കിൽ പോലും പറയുന്നുണ്ടായിരുന്നു, എന്തിനാണ് നിങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും അവരോട് ചിരിക്കാൻ പോയത്, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു, വീണ്ടും എന്തിനാണ് ഇവരുമായിട്ടൊക്കെ മിണ്ടാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ എല്ലാവരും സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ ഇവർ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി, ഇരട്ടപ്പെട്ട സ്ട്രാറ്റജി അല്ലേ, അതായിരുന്നു എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഇനി നാളെ മുതൽ നമ്മൾ കാണാൻ പോകുന്നത്. നാളെയല്ല, ഇന്ന് മുതൽ തന്നെ അതായിരിക്കും ഇവരിനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇന്നലത്തെ പ്രൊമോയിലാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇവർ തമ്മിൽ ഒരുമിച്ച് നടക്കുന്ന സമയത്ത് ഇങ്ങനെ ചോദിക്കുകയാണ്. ബാക്കിയുള്ളവരൊക്കെ കിടന്നുറങ്ങി അവരുടെ റൂമിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് അവരെല്ലാവരും കിടന്നിരിക്കുകയാണ്. ഇവർക്ക് പിന്നെ ഉറക്കമൊന്നുമില്ല. ഇവർ എല്ലാ ദിവസവും ഇങ്ങനെ നടക്കണ പോലെ അവർ സോഫയിൽ അവിടെ ഇവിടെ ഇരുന്ന് ഒരുമിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ആ സമയത്ത് ഗബ്രി ചോദിക്കുകയാണ് ജാസ്മിനോട്, എൻ്റെ കൂടെ നടക്കുന്നത് കൊണ്ടാണോ ഇനി നിനക്ക് ഇത്രയും നെഗറ്റീവ് വരുന്നത്? കാരണം ഓൾറെഡി ജാസ്മിനാണ് കൂടുതൽ നെഗറ്റീവ് വരുന്നത്. ഗബ്രീനെ എല്ലാവരും തള്ളിക്കളഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓൾറെഡി ഗബ്രി എന്ന് പറയുന്നത് അവളുടെ വാലാട്ടി എന്നുള്ള രീതിയിലോ അവളുടെ വാലായിട്ടൊക്കെയാണ് ആൾക്കാർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഗബ്രിക്ക് വലിയ വിലയൊന്നും ആരോടെ കൊടുക്കണില്ല, ജാസ്മിനും വലിയ വില കൊടുക്കണില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് അവിടെ കാണുന്നത്, രണ്ടുപേരെയും കാണുന്നുണ്ടെങ്കിലും പുറത്താണെങ്കിലും ജാസ്മിനാണ് കൂടുതൽ നെഗറ്റീവും. കാരണം ഇനി എന്തൊക്കെ പറഞ്ഞാലും, എന്ത് ഫ്രണ്ട്ഷിപ്പാണെന്ന് പറഞ്ഞാലും അതിര് കടന്നിട്ടുള്ള കാര്യങ്ങളാണല്ലോ അവരവിടെ കാണിക്കണതും. അപ്പം ഇനി ഒരാൾക്കും അവരുടെ ഫ്രണ്ട്സിനോ അവരുടെ വീട്ടുകാർക്കോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പുറത്ത് വേണമെങ്കിൽ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ പോലും അവർക്കൊന്നും ഉള്ളിൽ ഇത് കണ്ടു നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇങ്ങനെ ചോദിക്കണ സമയത്ത് ജാസ്മിൻ കൊടുക്കണ ആൻസർ എന്താന്ന് വെച്ചാൽ, ജാസ്മിൻ പറയാണ്, അതുകൊണ്ടൊന്നുമല്ല, നിന്നോട് ഞാൻ മിണ്ടിയില്ലെങ്കിലും ഇവിടെയുള്ള ഒരു 2-3 പേരെങ്കിലും മിണ്ടും. പക്ഷേ എന്നോട് അങ്ങനെയല്ല. ഞാനിവിടെ വന്ന ദിവസം തൊട്ട് എന്നോട് ആരും മിണ്ടാറില്ല, എന്നോട് ആർക്കും താല്പര്യവും ഇല്ല. അപ്പോൾ എനിക്കാകെ നീ മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം, എന്തുകൊണ്ടായിരിക്കും ജാസ്മിനെ അവിടെ വന്നപ്പോൾ തൊട്ട് ആർക്കും താല്പര്യമില്ലാത്തത്? പേഴ്സണലി അറിയാത്ത ആൾക്കാരായിട്ട് പോലും വന്ന ഒരു ദിവസം കഴിഞ്ഞ് 2ാമത്തെ ദിവസം തൊട്ട് ഈ വ്യക്തിയോട് ആരും മിണ്ടാതിരിക്കാനും ആരും അത്ര അടുപ്പം കാണിക്കാതിരിക്കാനും കാരണം എന്തായിരിക്കും? അത് തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ആ ഒരു സ്വഭാവത്തിൻ്റെ ഒരു പ്രശ്നമായിരിക്കത്തില്ലേ അത്? ഒരു ദിവസം വന്നപ്പോൾ തന്നെ ഒരു പരിചയമില്ലാത്ത ഒരാളുമായിട്ട് കംഫേർട്ട് സോൺ എന്ന് പറഞ്ഞ് ഇത്രയധികം കൂടെ കിടക്കാനും എന്താ പറയുക കെട്ടിപ്പിടിക്കാനും ഉമ്മ കൊടുക്കാനും ഒക്കെ തുടങ്ങുക എന്ന് പറയുന്നത് തന്നെ അത് ആൾക്കാർ കണ്ടാൽ വിലയിരുത്തും. അത് എന്തായാലും വിലയിരുത്തുന്ന കാര്യമാണ്. അപ്പോൾ ആ രീതിയിൽ ഹൗസ് മേറ്റുകളും എന്തായാലും അവരെ പറ്റിയിട്ട്, ജാസ്മിനെ പറ്റിയിട്ടൊരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും അവർക്ക് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല ജാസ്മിനോട്. പുതിയ ലൈവ് അപ്ഡേറ്റ്സും കാര്യങ്ങളായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്